ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ എൻ്റെ പ്രഗ്നൻസിയിലെ സ്കാനിങ്, അതായത് 3-ാം മാസത്തിലെ സ്കാനിങ് എടുക്കാൻ വേണ്ടി വന്നതാണ്. 13-ാമത്തെ ആഴ്ചയായിട്ടോ പൊതുവെ സ്കാൻ എടുക്കാം. എനിക്ക് രാവിലെ 10 മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊരു 10 മണിക്കായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മുന്നേ 2 സ്കാനിങ് ഓൾറെഡി കഴിഞ്ഞതാട്ടോ. അപ്പോഴൊക്കെ രാവിലെ ഏത് സമയത്താണോ നമ്മൾ ടോക്കൺ സമയത്ത് പോവും. ഒരു എങ്ങനെ പോയാലും ഒരു മണിക്കൂറിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉണ്ടാവാറുള്ളൂ. അതല്ലെങ്കിൽ ആ സമയം അത്രയേ ഉണ്ടാവാറുള്ളൂ. നമ്മുടെ 20 മിനിറ്റ്സ് പ്രൊസീജിയറും ബാക്കി ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് 1 മണിക്കൂർ അത്രേ പൊതുവേ വരാറുള്ളൂ. ആ ഒരു ചിന്തയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ 10 മണി എന്നുള്ളത് 12 മണിയായി, 1 മണിയായി, 2 മണിയായി. ഇത് ഞാൻ സ്കാനിങ്ങിന് കയറിയതിന് ശേഷം വീണ്ടും പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോഴാണ് വിശാഖ് എന്നെ രാവിലെ കൊടുത്താക്കി പോയതായിരുന്നു. പിന്നെ വീണ്ടും വന്നു, ട്രഷറിയിൽ എന്തോ പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിശാഖ് വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നതാട്ടോ. അപ്പോൾ ഞാൻ സ്കാനിങ് ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. എന്നെ തിരിച്ച് വീണ്ടും ഇറക്കി വിട്ടു. പോയി നടന്നിട്ട് വായ, കുട്ടി പൊസിഷനിലല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറക്കി വിട്ടതാണ്. അങ്ങനെ ഒരു 15-20 മിനിറ്റോളം ഞാൻ നടന്നു. അത് നടന്നു കഴിഞ്ഞാൽ പൊസിഷൻ റെഡിയാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നടക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നടന്നു. അങ്ങനെ കുറച്ച് നേരം വീണ്ടും വന്നിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് സ്കാൻ ചെയ്യുമ്പോൾ ചില സമയത്ത് ഭയങ്കര പെയിൻ ഉണ്ടാവും. എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. കാരണം ഒരു തവണ ചെയ്തു, പിന്നെ വീണ്ടും ഇറക്കി, വീണ്ടും ചെയ്യും. അങ്ങനെ 2-3-4 തവണ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ക്ഷീണമാണ് എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് വിശാഖം ലീവില്ല, പക്ഷെ ലീവാക്കാതെ കുറച്ച് നേരത്തേക്ക് വന്നതാണ്. എന്നെ രാവിലെ ഇറക്കി വിട്ടിട്ട് പോയതായിരുന്നു. പിന്നെ വീണ്ടും വരേണ്ട ആവശ്യം ഡോക്ടർ പറഞ്ഞത് കാരണം ആളൊന്ന് എത്തിയതാണ്. അങ്ങനെ ഞാനും വിശാഖും വീണ്ടും വെയിറ്റ് ചെയ്യും. കാരണം എന്നെ ഇറക്കി വിട്ടിട്ട് പിന്നെ എന്നെ വിളിക്കാൻ കുറച്ചധികം സമയം വീണ്ടും എടുത്തു. ഏകദേശം ഒരു ഹാഫ് അവർ അല്ല, 1 മണിക്കൂറിൻ്റെ എടുത്തു കേട്ടോ എന്നെ തിരിച്ച് വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി വിളിക്കാൻ. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയം 3:45 അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നോൺ വെജ് വേണ്ട, വെജിറ്റേറിയൻ മതി പറഞ്ഞിട്ട് നമ്മൾ ഗണപതി ഭവൻ വന്നതാണ്. തിരൂർ ഗണപതി ഭവനിലെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിട്ട് ഞാൻ പിന്നെ ഇത്രയും ഇടണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ ചേട്ടൻ കുറച്ചും കൂടി വാരിയിട്ടു ചോറ്. വിശാഖന് തീരെ താല്പര്യമില്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലായതുകൊണ്ട് എനിക്ക് നോൺ വെജ് ഫുഡ് കഴിക്കാൻ തോന്നാത്തതാണ്. അങ്ങനെ വിശാഖ് ചിക്കനൊക്കെ മനസ്സിൽ ധ്യാനിച്ച് വെജിറ്റബിൾ ബിരിയാണി പിന്നെ കോളിഫ്ലവർ ഫ്രൈയുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ ഇടയ്ക്ക് ചീത്ത പറയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടു തിരൂർ. എനിക്ക് 2-3 ബാഗ് മേടിക്കാനുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർക്കുള്ളതും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ എന്ത് രസമല്ലേ ബാഗുകൾ കാണാൻ, പല ടൈപ്പ് ഓഫ് ബാഗുകൾ, പല കാർട്ടൂൺസൊക്കെ. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു സ്കൂബിയുടെ ഒരു ചന്ദന കളറും കറുപ്പും, ഒരു ചുവപ്പും കറുപ്പും, പിന്നെ ഒരു നീലയും കറുപ്പും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതുപോലെ രാവിലെ സ്കാനിങ്ങിനൊക്കെ പോയി തിരിച്ച് സമയം ഒരു 3:30-4 മണിയാകുമ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയത്. ഇനി ഡോക്ടറെ കാണണം. നമുക്ക് കൺസൾട്ടേഷൻ ടൈം 5:30 കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:15 ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കാം. ഒരു ദിവസം മൊത്തം സ്കാനിങ്ങും ഡോക്ടറെ കാണലുമായിട്ട് പോയി. എന്തായാലും അങ്ങനെ പോയി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ആവശ്യത്തിനാണ്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിശാലിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനുണ്ട്. എൻ്റെ ആരോഗ്യം പോലെ ഇരിക്കും. കാരണം അവിടെ ആരും ഉണ്ടാവില്ല, പകൽ ഞാൻ തനിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്താണെന്ന് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് വീണ്ടും റെസ്റ്റിലേക്ക് പറയുമോ എന്താ പറയുന്നതൊന്നും അറിയില്ല. സ്കാനിങ് ചെയ്തത് ഇനി ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഡോക്ടറെ അടുത്ത് പോട്ടെ കേട്ടോ. ഇന്നലത്തെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്നും പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയായിരുന്നില്ല. ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, ഒന്നും പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയായിരുന്നില്ല. എന്തൊക്കെയോ ആദ്യം സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു. എന്തൊക്കെയോ ആദ്യം സ്കാനിങ്ങിന് ഡോക്ടർ പറഞ്ഞു. രാവിലെ 10 മണിക്ക് പോയ സ്കാനിങ്, എനിക്ക് മുന്നേ 2 സ്കാനിങ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഏർലിയിൽ എടുത്തു പോയി, പിന്നെ ഒന്ന് കറക്റ്റ് ടൈമിനെടുത്തു. അത് 2 സ്കാനിങ് കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്. 2 സ്കാനിങ്ങിനും കുറച്ച് നേരം നമ്മുടെ ടോക്കൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എടുക്കുന്ന സമയത്തൊരു 10 to 20 മിനിറ്റ്സിൻ്റെ ഒരു പ്രൊസീജിയർ അത്രേ ഉണ്ടാവാറുള്ളൂ. ഇന്നലെ ഞാൻ സ്കാനിങ്ങിന് രാവിലെ 10 മണിക്ക് അവിടെ എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിവായിട്ട് പോരുന്നത് സമയം 3 മണി 3:30 ആയിട്ടുണ്ട്.
ഒരുപാട് തവണ സ്കാൻ ചെയ്തു. എനിക്ക് ഞാൻ എത്ര തവണ എണ്ണിയില്ല. ഫസ്റ്റ് ഒരു 4 തവണയൊക്കെ ഞാൻ എണ്ണി. പിന്നെ എനിക്കിങ്ങനെ ആകെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ആകെ ടെൻഷനായി. എന്താ നടക്കണേന്നുള്ളൊരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ ആകെ എൻ്റെ കൂടെ ഉണ്ട്. ഞാനിതൊന്നും പുറത്ത് കാണിക്കണില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നുള്ളത്. കാരണം കുട്ടിയുടെ പൊസിഷൻ കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ സ്കാനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. പുള്ളി അകത്തിരിക്കുന്ന പുള്ളിയാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും ഭയങ്കര ഇളക്കം കൂടുതൽ പ്രശ്നം. അതായത് നമ്മൾ ഒരു ഭാഗത്തേക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ പൊസിഷൻ കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ആളും മാറുകയാണ്. അപ്പം ഉള്ളിലിരിക്കുന്ന ആളുടെ പൊസിഷൻ കറക്റ്റ് അല്ലാഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് വേറെ എന്തൊക്കെയാണ് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും വിചാരിച്ച പോലെ ആവണില്ല. അവർക്ക് വേറെ എന്തൊക്കെയൊക്കെയോ അവർ കുറേ ആദ്യം എനിക്ക് മുന്നേ ആദ്യം സ്കാൻ ചെയ്തത് ഒരു വിവേക് സാർ പറഞ്ഞ സാറായിരുന്നു. എനിക്ക് അതിന് 2 തവണ സ്കാൻ ചെയ്ത പുള്ളിയായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിയുടെ വർത്തമാനം പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്. എനിക്കറിയാം. പിന്നോട് ഫസ്റ്റ് ടൈം പോയിട്ട് സെക്കൻഡ് ടൈം വന്നപ്പോൾ ഹൈ മനീഷ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ നമുക്ക്. പക്ഷേ ഇത്തവണ വന്ന് വേറൊരു മാഡായിരുന്നു. റാഷിദയോ അങ്ങനെ എന്തോ ആണ് സംതിങ്. അങ്ങനെ ആ മാഡം വളരെ നമ്മളോട് ഭയങ്കര എന്താ പറയുക, ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ചില സമയത്ത് നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ നമുക്ക് കാണുന്നത് മേ ബി മോണിറ്ററിലേക്ക് ഇങ്ങനെ തല പൊന്തിച്ച് നോക്കിയാൽ മോണിറ്ററിലേക്ക് കാണുമെന്നല്ലാതെ ഡോക്ടർ കാണിച്ചിരുന്ന സമയത്ത് മോണിറ്റർ നോക്കുക അല്ലാത്ത സമയം നമ്മുടെ ഫേസ് മുഴുവൻ ഡോക്ടറെ മൊത്തമായിരിക്കും. അപ്പോൾ ചില സമയത്ത് ഡോക്ടർ എന്താ പറയുക, മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വീണ്ടും അതന്നെ വീണ്ടും 3, 4, 5 തവണയൊക്കെ അതന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറേ തവണ അതിനെ പുറത്തേക്ക് ഇറക്കി വിട്ടു. പോയി നടന്നിട്ട് വായുമെന്ന് പറഞ്ഞു. അപ്പോൾ നടന്ന് വന്നിട്ട് കാരണം പൊസിഷൻ കറക്റ്റാവും വീണ്ടും നടത്തിച്ചു. അങ്ങനെ കഴിഞ്ഞിട്ടാണ് നല്ല സ്കാനിങ് പ്രൊസീജിയറൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയത്. ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് സ്കാനിങ്ങിൽ. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ചിലപ്പോൾ മേ ബി കറക്റ്റാവും. നമുക്ക് നിങ്ങൾക്കറിയില്ല, NT സ്കാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് പ്രഗ്നൻസി ജേർണിയിൽ. അപ്പോൾ അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം ആണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് നമുക്കിതിനെ പറ്റിയൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് വന്നേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഒരൊറ്റ ചെറിയ കാര്യം മാത്രമേ സ്കാനിങ്ങിൻ്റെ ഡോക്ടർ പറഞ്ഞുള്ളൂ. അതൊന്ന് ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്തെത്തിയപ്പോൾ ഡോക്ടർക്ക് തോന്നുന്നു കുറച്ചും കൂടി അവരാണല്ലോ ഇതിൻ്റെ നമ്മൾക്കിത് സ്കാനിങ് റിപ്പോർട്ട് കാണുമ്പോൾ നമുക്കിത് വലിയ പ്രശ്നമാണെന്ന് തോന്നാത്ത കുറേ കാര്യങ്ങൾ ചിലപ്പോൾ മേ ബി റിപ്പോർട്ടിലുണ്ടാവുമല്ലോ. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ വേറെ കുറേ കാര്യങ്ങൾ പറയണം. ആകെപ്പാടെ കിളി പോയ അവസ്ഥയാണ്. എന്നാലും റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ വിശാഖിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ രാത്രി ആകുമ്പോൾ ഞാൻ തിരിച്ചു പോകും. എനിക്ക് PHDയുടെ അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്കാൻ ചെയ്യണം, എടുത്ത് വെക്കണം. ഒന്നും എൻ്റെ ഫോണിലില്ല. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അപ്പം ഇനി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. കാരണം ഇനി മേ ബി ഇങ്ങനെ വിരൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇനി ഉറച്ച് നിൽക്കേണ്ടി വരും. ഇവിടെയാണെങ്കിൽ സ്റ്റെയർ കേസ് കയറിപ്പോണം ഞങ്ങളുടെ റൂമിലേക്ക്. അപ്പോൾ സ്റ്റെയർ കയറുന്ന ബുദ്ധിമുട്ടാണ്, അറിയാലോ. പിന്നെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത് പ്ലാസൻ്റെ താഴെയാണ്. അത് ലോവർ ലൈൻ പ്ലാസൻ്റ എന്ന് പറയുന്നത് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഇനി വരാൻ കിടക്കും. ഇനി ശരിക്കും പറഞ്ഞാൽ 3-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞാൽ പൊതുവേ 5-ാം മാസം ലാസ്റ്റിലേക്കൊക്കെയാണ് സ്കാനിങ് എടുക്കുക. പക്ഷേ എനിക്ക് 4-ാം മാസത്തിന് സ്കാനിങ് എടുക്കണം. 4-ാം മാസത്തിലും 4-ാം മാസം ലാസ്റ്റൊന്നുമില്ല, 4-ാം മാസത്തെ പകുതി. അതായത് ഇനി 2 ആഴ്ച മുതലുള്ള അടുത്ത സ്കാനിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് കുറച്ച് അധികം ബുദ്ധിമുട്ടുകൾ ഒന്നും കൂടി വെരിഫൈ ചെയ്ത് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുമോ അല്ലെങ്കിൽ അത് മാറിയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് നെക്സ്റ്റ് സ്കാനിങ്. അപ്പോൾ ഇനി അതുണ്ട്. അപ്പോൾ അതുവരെ എന്തായാലും ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും. കാരണം എനിക്കിങ്ങനെ സ്റ്റെപ്പ് കയറാനും പോകാനും വരാനും ഒന്നിനും വയ്യ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് PG എക്സാം വരുന്നുണ്ട് ജൂലൈ 5th 7th ഏതോ. അപ്പോൾ അത് എക്സാം എഴുതാൻ പോകണം. അപ്പോൾ അതിനെന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ മെൻ്റൽ അവസ്ഥയിൽ, ഈ മാനസികാവസ്ഥയിൽ പഠിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ
പഠിക്കാൻ ശ്രമിക്കണം. അതന്നെ, പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് എക്സാം എഴുതാൻ പറ്റൂല എന്നൊന്നും അറിയില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പോകുന്നത് വളരെ റിസ്ക്കിയാണ്. കാരണം നമുക്ക് കോയമ്പത്തൂർ എത്തണം. കോയമ്പത്തൂർ എത്തിയിട്ട് കോയമ്പത്തൂർ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അകത്ത് എന്തായാലും ട്രാവലിംഗ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, തമിഴ്നാട്ടിലെ ബസ് ഭയങ്കര പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ അവിടെ അതിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജർക്കിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് മേ ബി ഒരു കാർ റെൻറ്റിൻ്റെ അടുത്ത് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കണ്ടിട്ട് പോകേണ്ടി വരും. ഞാനിപ്പോൾ നമ്മോട് രാവിലെ പറഞ്ഞു ആംബുലൻസ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ പരീക്ഷ ചെയ്തത്. കാരണം ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തു, ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തത്, പലരും കളിയാക്കിയപ്പോഴും അങ്ങനെ കുറേ ബുള്ളിങ്ങൊക്കെ സഹിച്ച് ഇവിടം വരെ എത്തിയത് ഞാൻ PhDക്കേ കയറുള്ളൂ. അതും ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സബ്ജക്റ്റ്, ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഗൈഡിനെ കിട്ടി, അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഫൈനൽ ആ സ്റ്റേജിൽ എത്തിയതാണ്. സോ ഇനി ഞാനത് ഡ്രോപ്പ് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് NT സ്കാനിങ്ങിനെ പറ്റി പറയുന്നത്. ഇതല്ല കേട്ടോ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ് NT സ്കാനിങ്ങിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ശ്രദ്ധിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഡോക്ടർ അങ്ങനെ പറയുന്നതുകൊണ്ടല്ലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിതൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. നെക്സ്റ്റ് സ്കാനിങ് കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല. 2 ആഴ്ചക്കകത്ത് വീണ്ടും ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു NT സ്കാനിങ് പ്രോപ്പറായിട്ട് പറ്റിയില്ല. കുട്ടിയുടെ പൊസിഷൻ കാരണം കറക്റ്റ് പല ബുദ്ധിമുട്ടുള്ള കാരണം സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നമുക്കൊന്നും കംപ്ലീറ്റ് അല്ല. അതിന് ഒരു തവണയും കൂടി എടുത്തിട്ട് നമുക്ക് NT സ്കാനിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലുള്ളൊരു വീഡിയോ അല്ല അതെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.